മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന്റെ രാജി ഉറപ്പാക്കുകയാണ്. ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് തന്നെ റദ്ദാക്കിക്കൊണ്ടാണ് ആ സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിട്ടത്. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ഭരണഘടനയെ അധിക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള ഉദ്ദേശമില്ല എന്ന സജി ചെറിയാന്റെ വാദം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. അതിനർത്ഥം നിയമവിദഗ്ധർ പറയുന്നത് കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞ് തനിക്ക് നഷ്ടമായ മന്ത്രിപദത്തിലേക്ക് വീണ്ടും സജി ചെറിയാൻ കടന്നു വന്നത് ഒരന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതിനർത്ഥം തന്നെ സാഹചര്യം അന്ന് നിലനിൽക്കുന്ന അതേ സാഹചര്യം തന്നെയാണ് ഇന്നുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് അത് റദ്ദാക്കിയത്. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെ എന്ന വാദത്തിൽ ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ 2022 വിവാദ പ്രസംഗം നടത്തിയത്. ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് അന്ന് മന്ത്രി നടത്തിയ പ്രസംഗത്തിൽ സജി ചെറിയാൻ അനുകൂലിച്ചായിരുന്നു കേരളത്തിലെ പിണറായി പോലീസിന്റെ റഫർ റിപ്പോർട്ട് വന്നത്. എന്നാൽ ഇനി ആ പോലീസ് റിപ്പോർട്ടുകൾ ഉണ്ടാകില്ല. കോടതിയെയും ഭരണഘടനയെയും അവഹേളിക്കാൻ തയ്യാറായ മന്ത്രിക്ക് കൂട്ടുനിന്ന പോലീസിനെ മാത്രമല്ല, നേരാംവണ്ണം കേസ് നോക്കാത്ത മജിസ്ട്രേറ്റിനെയും കണക്കിന് കൊടുത്താണ് ഈ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണ ഏജൻസികളായ ക്രൈംബ്രാഞ്ച് വരുമ്പോൾ അതിലും മന്ത്രിയെ ന്യായീകരിച്ച് റിപ്പോർട്ട് എഴുതാൻ പോലീസിന് അടിമുടി വിറക്കും. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അതുകൊണ്ട് ഏതു വിധേനയും രാജിവെക്കുന്നതായിരിക്കും മന്ത്രിക്ക് നല്ലത് എന്ന നിയമോപദേശമായിരിക്കും ഇനി CPM-ന് ലഭിക്കുന്നത്. അന്ന് രാജിവെക്കാൻ പറയുന്നതിന് മുൻപ് നാണം കെടാതെ ഇപ്പോൾ തന്നെ രാജിവെക്കുന്നതായിരിക്കും സജി ചെറിയാൻ എന്ന മന്ത്രിക്ക് നല്ലത് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് CPM. അതുമാത്രമല്ല, ഞെട്ടിക്കുന്നത് ഇന്നും സജി ചെറിയാൻ കോടതിക്കെതിരെ അധിക്ഷേപം നടത്തിയിരിക്കുന്നു. ഇത് മാത്രമല്ല, കോടതി ഇതിനു മുകളിലും കോടതി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. അതായത് സ്വന്തം പോലീസ് എഴുതി തയ്യാറാക്കിയ തട്ടിപ്പ് റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട് കൂടുതൽ വിസ്താരമില്ലാതെ മന്ത്രിക്ക് അനുകൂലമായി വിധി പറഞ്ഞ മജിസ്ട്രേറ്റ് നല്ല തങ്കപ്പെട്ട വ്യക്തി, അത് ശരിയല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വെറും കൊഞ്ഞാണൻ. ഇതാണ് ഇന്ന് മന്ത്രി ഉദ്ദേശിച്ചത്. അതിനു മുകളിൽ കോടതിയില്ലേ, ഇതൊന്നുമല്ല യഥാർത്ഥ വിധി എന്നാണ് സജി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് വ്യക്തമായി കോടതി നോട്ട് ചെയ്തു വെക്കുന്നതോടെ ഈ കേസിൽ തലയൂരാൻ സജി ചെറിയാനാകില്ല എന്ന് മാത്രമല്ല, ഈ ഭരണഘടനാ വിരുദ്ധനെ തൂക്കി അകത്തിടുന്നത് എപ്പോൾ എന്ന് കാത്തിരിക്കുന്നതായിരിക്കും CPM-ന് നല്ലത്. ഇതറിയാവുന്ന പാർട്ടി ഏറ്റവും അടുത്ത ദിവസം സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.